വയനാട് സിപിഎമ്മിൽ പൊട്ടിത്തെറി. സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കി എ.വി. ജയൻ പാർട്ടി വിട്ടു. പൂതാടി പഞ്ചായത്തിലെ സിപിഎമ്മിന്റെ ജനകീയ മുഖമായിരുന്നു. നേരത്തെ പാർട്ടി നടപടി നേരിട്ടിട്ടുള്ള ജയന്റെ ഈ പിന്മാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഈ ജയന്റെ പിന്മാറ്റം എങ്ങനെയാണ്, എന്തുകൊണ്ട്, ഒപ്പം തന്നെ സിപിഎം അത് അവർക്ക് ഈ ഒരു തിരിച്ചടി അത് ഏതൊക്കെ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? വയനാട് ജില്ലയിലെ തന്നെ പ്രമുഖനായ മുതിർന്ന ഒരു നേതാവാണ് എ.വി. ജയൻ എന്ന് പറയുന്നത്. അതായത് സിപിഎമ്മിന്റെ ഈ പൂതാടി പഞ്ചായത്തിലെ പ്രധാന മുഖം കൂടിയായിരുന്നു എ.വി. ജയൻ. ഇത് വലിയ രീതിയിലാണ് പാർട്ടിയെ ബാധിക്കുക എന്നുള്ളത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് നേരത്തെ തന്നെ എ.വി. ജയനുമായിട്ട് ചില അസ്വാരസ്യം പാർട്ടിയിലെ ചില നേതാക്കൾക്കുണ്ടായിരുന്നു. അതായത് റഫീഖിനെ സെക്രട്ടറി ആക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം എ.വി. ജയൻ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെ എ.വി. ജയനെതിരെ വലിയ രീതിയിലുള്ള നടപടിയെടുക്കുകയും ഏരിയ അംഗം എന്നുള്ള നിലയ്ക്ക്, അതായത് പുൽപ്പള്ളി ഏരിയ അംഗം എന്നുള്ള നിലയ്ക്ക് പിന്നീട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് പൂതാടി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു മത്സരം വന്നത്. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിൽ എ.വി. ജയനെ തഴയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് എ.വി. ജയൻ ഇത്തരത്തിൽ പാർട്ടി വിടാനുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൽക്കാലത്തേക്ക് താൻ ഈ പാർട്ടിയുമായി വിട്ടു നിൽക്കുകയാണ്, സംഘടനാ സംവിധാനവുമായി വിട്ടു നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ പാർട്ടി വിട്ടു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നതും. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ നടപടി നേരിടേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് എ.വി. ജയൻ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം 35 വർഷമായി ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഈ ഒരു പൂതാടി പഞ്ചായത്തിൽ പാർട്ടി പടുത്തു കൊണ്ടുവരാൻ, കെട്ടിപ്പടുക്കുവാൻ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട വിയർപ്പൊഴുക്കിയ ഒരു വ്യക്തി കൂടിയാണ് എ.വി. ജയൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ എ.വി. ജയന്റെ ഒരു പിന്മാറ്റം വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് ഈ ജില്ലാ ഘടകത്തിൽ തന്നെ ഉയരും എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല വരും തെരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റം ഇതുണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എ.വി. ജയൻ മറ്റ് പാർട്ടികളുമായി ബന്ധപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെയാകും സിപിഎമ്മിന് ഇത് സംബന്ധിച്ചുണ്ടാവുക. ശരി അർജുൻ, എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിൽ നിന്ന് എ.വി. ജയൻ പോകുമ്പോൾ അത് വയനാട്ടിൽ സിപിഎമ്മിനെ പ്രതികൂലമായി ബാധിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ്. വയനാട് സിപിഎമ്മിൽ പൊട്ടിത്തെറിയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം.